തമ്മിൽ അടിച്ചിട്ട് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? നമ്മളും ദൈവവും തമ്മിൽ ബന്ധമുള്ള പോലെ അല്ല. അപ്പൊ അതൊക്കെ നമ്മളെ തമ്മിൽ അടിപ്പിക്കാനും മുതലെടുക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. രീതിയിലുള്ള വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് ഒരു പടം ചെയ്യും. പിന്നെ അതിലെ താരങ്ങളെ പിന്നെ 3 കൊല്ലത്തേക്ക് ഇവന്റ് ചെയ്യുക. പിന്നെ 3 വർഷം ആ താരങ്ങളാണ് അവർ പടം ചെയ്യുക. വലിയ ബോളിവുഡിലൊക്കെ 15-ാം തീയതി കാര്യം പറഞ്ഞു. പടങ്ങൾ ഉണ്ടാവണം, വർക്ക് ഉണ്ടാവണം. നാളേക്ക് എല്ലാവർക്കും വർക്കാണ് ഏറ്റവും കൂടുതൽ എനർജി തരുന്നതാണ്. അല്ലാതെ വേറെ ഒരു സാധനം അടിച്ചിട്ടല്ല നമ്മളിവിടെ നിൽക്കുന്നത്. ആളുകളുടെ വിചാരം നമ്മൾ ഓടുന്നതും ചാടുന്നതും ചിരിക്കുന്നതും അല്ലെങ്കിൽ ഗോഷ്ടി കാണിക്കുന്നതൊക്കെ എന്തെങ്കിലും അടിച്ചിട്ടാണെന്നാ. എന്തെങ്കിലും അടിക്കാൻ വേണ്ടി കാശുണ്ടാക്കാനുള്ള നമ്മളൊരു പട്ടിണി കിടന്നാലും ചെയ്യും, വയറ് നിറഞ്ഞാൽ ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതറിയുള്ളൂ. ഷൈൻ പറഞ്ഞത് ഇതൊരു ഒരു പ്രത്യേക മൂഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ടൂറിസത്തിന്റെ അകത്ത് വേണ്ടത് എന്താണെന്ന് മദ്യം. നമ്മള് ടൂർ പോണ എന്താണ് മെയിൻ പരിപാടി? ഒരു ക്ലോസും തോളിലിട്ട് കുപ്പി വാങ്ങിയിട്ടല്ലേ പോവുക. അടിച്ചു വിട്ടാ അല്ലേ? അദ്ദേഹത്തിന്റെ പരാതി എന്താ വെച്ചാൽ തൃശ്ശൂരിലെ 11 മണിക്ക് ശേഷം മൊത്തം കേരളത്തിൽ രാവിലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് തുറക്കേണ്ടതാണ് മദ്യഷാപ്പ്. അതൊരു 10 മണിയൊക്കെ ആവുമ്പോൾ 10 മണിയാകുമ്പോഴേക്ക് ഇത് അടക്കി. ഒരാൾ മദ്യപിക്കാൻ പോകുന്ന സമയത്ത് ഇത് അടക്കിയ ഈ മിൽമ പാല് ഉച്ചയ്ക്ക് ഇറക്കിയിട്ട് തരുന്നുണ്ടാ. രാവിലെ ഇറക്കണം. അപ്പൊ ഓരോ പ്രൊഡക്റ്റ് ഇറക്കണ്ടേന് അതിൻ്റെതായ സമയമുണ്ട് അല്ലേ? ഇത് ആൾക്കാർ മദ്യപിക്കണം എന്ന് വിചാരിക്കണം. നമ്മൾക്ക് ഇവിടെ ബീവറേജും കൂട്ടി, ഏത് ബാറും കൂട്ടി. ഇതൊക്കെ രാത്രി തുറന്ന് ആ കെട്ടിടം പൊളിച്ചു കളയാനൊന്നുമില്ല. 24 മണിക്കൂറായി കൂടെ ചെയ്തൂടെ? അല്ല, ഞാൻ ചോദിക്കാം, ഒരു ടൂറിസം ഉണ്ടാവണമെങ്കിൽ മെയിൻ ആളുകൾ നോക്കുക. നമ്മള് പോയിട്ട് നമ്മളെല്ലാം ടൂറിസം വിളിക്കണം. പുറത്തുനിന്ന് വരുന്ന ആളുകളെ അല്ലെ, പുറത്തുനിന്നുള്ള മണി വരണം ഇവിടെ. അതിന് ആദ്യം ഫ്ലൈറ്റ് വേണം. അതേ ഇല്ല നമ്മുടെ അവിടേക്ക് ഫ്ലൈറ്റ്. എന്നാ പിന്നെ രണ്ടാമത് നോക്കുക മദ്യം അവൈലബിൾ ആണോ അല്ലേ? അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഹിൽ ഏരിയയിലൊക്കെ ബാറേ ഇല്ല. ഈ കുട്ടിക്കാലത്ത് നമ്മൾ പോയ ഷൂട്ടിങ്ങിന് ബാറില്ല. മെയിനായിട്ട് നിന്നാണ് ഇൻകം വരുന്നത്. എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനെ ആർക്കും ഒട്ടും ഇഷ്ടമല്ല. എല്ലാവരും അടിക്കും. അല്ലാതെ വെറുതെ ചാലോചിച്ചിട്ട് കളയാനല്ലോ അല്ലേ? ഇത് ലീഗലായതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇല്ലീഗലായൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഈ ഇടയ്ക്ക് കൊമ്പൻ എന്ന് പറഞ്ഞൊരു ബാറ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. ലിസബത്തിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ആണ് ബാർ. ഹോട്ടലിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ബാറിന്റെ ഉദ്ഘാടനം. ഞാനീ റീഹാബൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ബാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉദ്ഘാടനം ചെയ്യാൻ വന്നു വരും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് മദ്യം ലീഗലായതുകൊണ്ടും ബാറ് ലീഗലായതുകൊണ്ടും ഇത് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇല്ലല്ലോ. നമ്മുടെ ഇവിടെ ബാറ് നടത്താം, മദ്യം വിൽക്കാം. പക്ഷെ കുടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുടിക്കണവരോട് എന്താ ഇത്ര ഭയങ്കര പെരുമാനില്ലാത്ത പെരുമാനം? അതിനും മോശമായിട്ടാണ് ഭരിക്കണവരോട്. അല്ല, ഞാൻ പറയുന്നതാണ് നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടെ വിൽക്കാം, പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോ സിഗരറ്റ് ഉണ്ട് കേട്ടോ, ഇതൊന്നും വലിക്കണം എന്നല്ല ഞാൻ പറയണം. ഈ സിഗരറ്റ് പബ്ലിക്കായിട്ട് വലിക്കാൻ പാടുമോ? എന്നാ പ്രൈവറ്റ് ആയിട്ട് ഹോട്ടൽ റൂമിൽ വലിക്കാൻ പാടില്ല. പിന്നെ ഇത് എവിടെ ഇരുന്നിട്ട് കട്ടളപ്പടിയിൽ ഒരു സാധനം വിൽക്കാമെന്ന ഉപഭോക്താവിന് ഉപയോഗിക്കാനുള്ള സ്ഥലം ഇത് തന്നെ വണ്ടക്കാശ്വരത്തിന് കൊടുത്തോണ്ടോ? പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന മീഡിയകളിലൂടെ ഒക്കെ തന്നെയാണ് സിഗരറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും ആളുകളിലേക്ക് എത്തിച്ചത്. ആദ്യം ഏത് വെയിറ്റ് ഫോർ ഈച്ച് അതർ വേൾഡ് കപ്പ്, ബാക്ക് പേപ്പർ എല്ലാതും ആളുകളിലേക്ക് പ്രചരിപ്പിച്ചത് ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ് ഇപ്പൊ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നത്, മദ്യപിക്കരുത് എന്ന് പറയുന്നത്. ശീലമായി കഴിഞ്ഞല്ലോ, ഇനി മാറ്റാൻ പറ്റില്ല. ഇനിയിപ്പോ നോ സ്മോക്കിംഗ് എന്നുള്ള ബോർഡ് കാണുമ്പോഴാണ് നമുക്ക് അഡിക്ഷൻ കൂടുതൽ.
അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ള ശീലം കുട്ടികൾ ഉണ്ടാക്കണം. അല്ലാതെ അത് പാടില്ല പാടില്ല എന്ന് 24 മണിക്കൂറും പറഞ്ഞാൽ അവര് പാടും. കാരണം അരുത് എന്ന് പറയുന്ന ഒരു വാക്കാണ് അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരാളെ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോ ആ ഒരു പഴം കഴിച്ചില്ല. അപ്പൊ 24 മണിക്കൂർ നമ്മുടെ മാധ്യമങ്ങൾ ഇതന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജനിച്ചു വരുന്ന കൊച്ചുങ്ങളിപ്പോ അമ്മാന്നല്ല അമ്മാന്നാ പറയുന്നത്. ഞാൻ പറയണെന്താന്ന് മനസ്സിലായ? അടിനാശം വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ചർച്ച. അതിലെ മെയിൻ വിഷയം എന്താണ്? ഡ്രഗ്സിനെതിരെ. ബ്ലാക്ക് അഫ്ഗാനിയ അതിന്റെ ഫോർമുല പുള്ളി പറഞ്ഞു. ഇതാണ് പുതിയതായി കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ വരട്ടെ. അപ്പൊ അനിയത്തി വിചാരിച്ചേ നമ്മുടെ ബ്ലഡ് അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യണം. നോക്കുമ്പോ എന്താണ്, അവിടത്തെ കുട്ടികൾക്ക് പുറമേ നിന്ന് കിട്ടുന്ന ലഹരികൾ അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം, പ്യൂർ ആണോ എന്നറിയാം. പ്യൂർ അല്ലെങ്കിൽ അതാരാണോ അവർക്ക് കൊടുത്ത അവർക്കെതിരെ ശിക്ഷ. അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ അടിച്ചു നടക്കില്ല, അടി കുറവാ അവിടെ. മനസ്സിലായ? ഇത് അരുതരുതെന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അടക്കി വെക്കുമ്പോ ഇത് കൂടുള്ളൂ. ചർച്ച ചെയ്യരുത് അധികം. കുട്ടികൾ കേൾക്കാതെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് വീട്ടിലില്ലേ? ഭാര്യഭർത്താക്കന്മാർക്ക് അറിയാം. അവര് കുട്ടികൾ ഇല്ലാത്ത സമയത്തോ ഉറങ്ങിയ സമയത്തോ ഒക്കെയാണ് ഇത് ചർച്ച ചെയ്യുക. കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ഭർത്താവിന്റെ മറ്റേ ബന്ധവും അല്ലെ ഭാര്യയുടെ ബന്ധങ്ങളൊക്കെ കുട്ടികൾ മുന്നിൽ ചർച്ച ചെയ്യൂ? ഇല്ല. ചർച്ച ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ. അപ്പൊ ചർച്ച ചെയ്യാൻ പാടാത്ത കാര്യങ്ങള് ഫുൾ ടൈം 4 ആളെ വിളിച്ച് കയറ്റി അങ്ങോട്ട് ചർച്ച, ഇങ്ങോട്ട് ചർച്ച, അവിടെ ചർച്ച, മെസ്സേജ് അയച്ചു, ഇങ്ങോട്ട് ആള് തോണ്ടി പിടിച്ചു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ല മാധ്യമങ്ങളിലൂടെ. മാധ്യമങ്ങൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? പ്രൊഡക്റ്റീവ് ആവാനും മുന്നോട്ട് പോവാനും. അതുവഴി ഒരു നാട് നിൽക്കും. ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു നാടും വളരില്ല. വളരുമോ? എന്താ വളരുക? തമ്മിലുള്ള ദേഷ്യവും വിദ്വേഷവും. അതുവഴി തല്ല്. അപ്പൊ നല്ല മേളായി, നല്ല വാർത്തയായി, 4 പത്രം കൂടുതലായി, അല്ലേ? അപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എല്ലാ കുറ്റവും സിനിമാകാർക്ക് മെയിനായിട്ട് വരിക, അല്ലേ? അറിയില്ലേ? എന്തുണ്ടെങ്കിലും സിനിമാകാരൻ നിർത്താൻ വരിക. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ഓണത്തിനാണ് കമ്മീഷൻ വന്നല്ലോ ഇവിടെ. എല്ലാവരെയും വലിച്ച് തേച്ചു ഒട്ടിച്ചു, ഡോർമ മുട്ടി, മെസ്സേജ് അയച്ചവർക്കൊക്കെ പ്രശ്നം. മെസ്സേജ് അയക്കാനുള്ളതല്ലേ, ഡോർമ മുട്ടാനുള്ളതല്ലേ? അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഓണം വരെ അങ്ങോട്ട് നാറ്റിച്ചിട്ട് ഓണത്തിന് പരിപാടിക്ക് വിളിക്കുന്നത് അവരെ തന്നെ. അല്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? അയാൾ കൂടുതൽ വായിക്കണമല്ലോ. അപ്പൊ എനിക്കാണെങ്കിലും ബാക്കിയുള്ള ഓരോ പ്രശ്നങ്ങൾ കേൾക്കാനും കുറ്റം കേൾക്കാനും ഒക്കെ നല്ല രസമല്ലേ? നമ്മുടെ നമ്മളാണ് പ്രശ്നം. ഇവിടെ ആളുകളെ പറ്റി പറയാൻ പാടില്ല, ആളുകളുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് ആരാണെന്ന് ഇവർക്ക് പത്രത്തിലടിച്ചു വിടാം. അതെന്താണോ ഏതാണെന്ന് അറിയുന്നതിന് മുന്നേ പിന്നെ അതേതാണ്ട് പാടും. ഏതുവരെ? അയാൾ മരിക്കണവരെ. മരിച്ചു കഴിഞ്ഞാൽ അയാൾ പാവം, അല്ലേ? അതെന്തുകൊണ്ടാ? മരിക്കണവരെ അയാൾ കുറ്റം പറയും, അതാണ് കച്ചവടം. മരിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റി സങ്കടം പറയാ, അതാണ് കച്ചവടം, അല്ലേ? അപ്പൊ കച്ചവടമാണല്ലോ. പക്ഷെ നേർന്ന് അറിയുന്നതാണ് കച്ചവടത്തിൽ. ഈ കൂട്ടായ്മ ഉണ്ടാവണം. ഈ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. എല്ലാ ആൾക്കാരെ തമ്മിലടിച്ചിട്ട് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മളും ദൈവവും തമ്മിൽ ബന്ധമുള്ള പോലെ, അല്ലേ? നമ്മളും മതവും തമ്മിലല്ല, നമ്മളും ദൈവവും തമ്മിലാണ്. അതിന്റെ ഇടയിൽ ആരും പാടില്ല, ആരും പാടില്ല. ആരാണ് നിങ്ങളെ ഭൂമിയിലേക്ക് ഇട്ടത്? ദൈവമല്ലേ? ആരാ നിങ്ങൾക്ക് കൊച്ചുങ്ങളെ തന്നത്? ദൈവം. അതിന്റെ ഇടയിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ തമ്മിൽ അടിപ്പിക്കാനും മുതലെടുക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. ഞാനും മനുഷ്യൻ, നീക്കും മനുഷ്യനല്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞ ആണും പെണ്ണും പെട്ടതാ. ഇതിൽ ആണുങ്ങൾ പെണ്ണുങ്ങളും കുറ്റം പറയാം, പെണ്ണുങ്ങൾ ആണുങ്ങളും കുറ്റം പറയാം. അങ്ങനെ ഒരു ഫാഷൻ ഉണ്ട് ഇവിടെ. എല്ലാം വ്യക്തികളാണ്, എല്ലാം മനുഷ്യരാണ്.